വെൽക്കം ടു മൈ ചാനൽ. ദിസ് ഈസ് മീ ഹാപ്പി അക്രൂസ്. അപ്പോൾ ഇന്ന് വാലന്റൈൻസ് ഡേ. അല്ലാതെ വേറെ ഒന്നും ഉണ്ടല്ലോ, നമ്മൾ ഒട്ടും പ്ലാൻ ചെയ്തിട്ടില്ല. പറ്റിപ്പോയോ? പറഞ്ഞ ശരിയായില്ല. ഹലോ, ഞാനിങ്ങനെ വാങ്ങിക്കുന്ന പ്രൊഡക്റ്റുകൾ നിങ്ങളെ കൂടി കാണിച്ചു തരണ്ടേ? അപ്പം ഞാൻ കുളമായി ഇന്നത്തെ പരിപാടികൾ. അപ്പോൾ വാലന്റൈൻസ് ഡേക്ക് പ്രമാണിച്ച് നല്ലൊരു റെഡ് ഔട്ട്ഫിറ്റൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു റെഡിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എന്തായാലും ഇടുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇരുന്നപ്പോഴാണ് വിചാരിച്ച് ജസ്റ്റ് നമുക്കൊന്ന് ഒരു വീഡിയോ കൂടി ചെയ്താലോ. ഞാനിങ്ങനെ വാങ്ങിക്കുന്ന പ്രൊഡക്റ്റുകൾ നിങ്ങളെ കൂടി കാണിച്ചു തരണ്ടേ, അല്ലാതെ ഞാൻ വാങ്ങിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, നമുക്ക് ഒരു റിവ്യൂ അങ്ങോട്ട് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ പതുക്കെ വർത്താനമൊക്കെ പറഞ്ഞ് എന്താ പറയുക, അങ്ങനെ ഓരോരോ പ്രൊഡക്റ്റൊക്കെ നമുക്ക് കാണാം. ഞാൻ റെഡി ആയിക്കൊണ്ടിരുന്നപ്പോൾ ഫുള്ള് കറണ്ടില്ലായിരുന്നു, കറണ്ട് പോയേക്കായിരുന്നു ആ ടൈമിൽ. അപ്പം ഞാൻ വിചാരിച്ച് കുളമായി ഇന്നത്തെ പരിപാടി കുളമായി. ഇപ്പോഴും ഞാൻ വിയർക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിട്ടിരിക്കുമായിരുന്നു. ഓക്കെ, അപ്പം ഞാൻ ആദ്യമായിട്ട് കാണിക്കുന്നത് ഈ സാധനം സെനിമി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ ഒരു ജ്വല്ലറി സെറ്റായിരുന്നു ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. ജ്വല്ലറി സെറ്റ് എന്ന് പറഞ്ഞാൽ 2 ബാംഗിൾസ് വരുന്ന ഒരു സെറ്റാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായത്. പക്ഷേ എനിക്ക് സൈസ് കറക്റ്റ് അല്ലായിരുന്നു. ഞാൻ സെലക്ട് ചെയ്ത സൈസ് കറക്റ്റ് അല്ലായിരുന്നു. മാറിപ്പോയത് കൊണ്ട് നമ്മളിത് റിട്ടേൺ അടിച്ചതിൻ്റെ വേറെ ഒരെണ്ണം ഓർഡർ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സെനിമി റോഡിയം പ്ലേറ്റഡ് സിൽവർ എന്ന് പറഞ്ഞിട്ടുള്ള ബാംഗിൾ സെറ്റാണത്. റെഡ് കളർ. യെസ്, ഞാൻ ഈ ഔട്ട്ഫിറ്റിന് ഇടാൻ വേണ്ടിയിട്ട് റെഡ് എന്താ സ്റ്റോൺ വെച്ചിട്ടുള്ളതായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതെനിക്ക് വന്നപ്പോൾ എനിക്ക് തോന്നി ഇത് അത്ര നല്ല റെഡ് കളറല്ല, ഒരു പിങ്കിഷ് ഷെയ്ഡാണ്. ഞാൻ എന്ത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാലും, ലിപ്സ്റ്റിക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാലും, ഡ്രസ്സ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാലും, ജ്വല്ലറി ഓർഡർ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് റെഡാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് റെഡ് കിട്ടില്ല. എന്ത് കളർ ഓർഡർ ചെയ്ത് കഴിഞ്ഞാലും ഒരു പിങ്കിഷ് ഒരു കളറാണ് എനിക്ക് കിട്ടാറുള്ളത്. അപ്പോൾ ഇതാണത് ബാംഗിൾസ്. ഇത് ആക്ച്വലി നല്ല രസമുണ്ട്, നല്ല ഗ്ലേസിങ് ഒക്കെ ഉണ്ട്, കുറച്ചൊരു ലക്ഷറി ഫീലൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ ഇത്രയും വലുതാണെന്ന് ഞാൻ വിചാരിച്ചത്. ഇത് എവിടെ വരെ കയറുമ്പോൾ എവിടെ വരെ ആക്ച്വലി ഇത്ര വലുതാണ് എനിക്ക് കയ്യിൽ. ഇതപ്പം ഞാൻ വാങ്ങിയിട്ടുള്ളത് ആമസോണിൽ നിന്നാണ്. ഒരു 800 സംതിങ് റുപ്പീസ് ആയിരുന്നു ഇതിന്, 2 ബാംഗിൾസിനും കൂടെ കൂടിയിട്ട്. അപ്പം എന്താ പറയുക, ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്രൊഡക്റ്റ്. ഇവിടെ ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെയാണ്. പുറത്ത് കപ്പ പറിക്കുന്നതിൻ്റെയും അതിൻ്റെയൊക്കെ കുറച്ച് ബഹളമാണ്. അതിൻ്റെ ഇടയിൽ ഇരുന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഞാൻ കുറേ ആയി ഞാനൊരു ലിപ് ബാം തന്നെ യൂസ് ചെയ്യുന്നു. അത് ഞാൻ മാറ്റണം എന്ന് കുറേ ആയി വിചാരിക്കുന്നു. അനിയത്തിയും പറയുന്നുണ്ടായിരുന്നു ഇത് മാറ്റണം കേട്ടോ, ഈ ലിപ് ബാം ഒന്ന് വീഡിയോയിലൊന്നും കാണിക്കരുത് കേട്ടോ എന്ന് പറയായിരുന്നു. എനിക്കറിയില്ല അവളുടെയാണ്. ഞാൻ ആക്ച്വലി ലിപ് ബാം അങ്ങനെ യൂസ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. ഒരു തവണ ഞാനൊരു ലിക്വിഡ് ലിപ്സ്റ്റിക്ക് വാങ്ങിയപ്പോഴത് ഭയങ്കരമായിട്ട് ചുണ്ടിലിങ്ങനെ ഡ്രൈ ആക്കുന്നത് കാരണമാണ് അന്നേരമാണ് ഞാൻ ലിപ് ബാം യൂസ് ചെയ്ത് തുടങ്ങുന്നത് ആക്ച്വലി. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അവൾ പറഞ്ഞു പിന്നെ ഒരെണ്ണം വാങ്ങിക്കണം എന്ന് വിചാരിച്ചു. പിന്നെ എനിക്കിങ്ങനെ അതും മാറ്റണം എന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഡോട്ട് ആൻഡ് കീയുടെ ഒരു ഗ്ലോസ് ബോസ് ലിപ് ബാം വിറ്റാമിൻ C+E SPF 50 ഈ ഒരു ലിപ് ബാം ആണ്. ഇതൊരു ലിപ് ബാം ആണോ ലിപ് ഗ്ലോസ് ആണോ എന്നൊന്നും എനിക്കറിയില്ല. ആക്ച്വലി എന്തായാലും നല്ല സാധനമാണ്. ഒരുപാട് നേരം നമ്മുടെ ലിപ്സിൽ ഇങ്ങനെ ഇരിക്കും ഈ ലിപ് ബാം. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ കുറച്ച് ലിപ്പ് കുറച്ച് ഡ്രൈ ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഒരുപാട്. ഇത് അവർ
ഒരുപാട് പേര് യൂസ് ചെയ്തിട്ടാണേലും ആ ഒരു അഭിപ്രായം തന്നെയാണ് പറയുന്നത്. അപ്പം ഇതാണ് പ്രൊഡക്റ്റ്. ഇതിൻ്റെ കളർ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർമെലൺ റഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഇതിൻ്റെ ആക്ച്വലി ഒരു 5-6 ഷെയ്ഡ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ ഒരു കോഫി ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഇത് ഓർഡർ ചെയ്ത് കഴിഞ്ഞ പിന്നെ ആണ് ഞാൻ ഈ കോഫിയുടെ ഷെയ്ഡ് ഞാൻ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതെന്തായാലും ഇനിയിപ്പോൾ ക്യാൻസൽ ചെയ്തിട്ട് വേറെ വരുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത് തന്നെ ഇല്ല എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ ഷെയ്ഡാണ് വെച്ചത്. നല്ലൊരു പിങ്ക്, എന്താ പറയുക, വാട്ടർമെലൻ്റെ പിങ്ക് ഒക്കെ തോറ്റുപോകും. ശരിക്കും ഭയങ്കര ഒരു പിങ്ക് കളറാണ് ഇത് ഉണ്ടാവും. പിങ്ക്, ഇതൊരു മജന്ത കളറാണ് ഇതിനുള്ളത് ശരിക്കും. അപ്പം അതാ ഇതിൻ്റെ വില ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. ഇത് പർപ്പിളിൽ നിന്നാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഇപ്പോൾ എൻ്റെ മിക്ക സാധനങ്ങളും ബ്യൂട്ടി പ്രോഡക്ട്സ് ഞാൻ വാങ്ങിക്കുന്നത് പർപ്പിളിൽ നിന്നാണ്. പർപ്പിളിൽ കിട്ടിയില്ലെങ്കിൽ മാത്രം വേണം പോയിട്ട് നൈക്കയിൽ തപ്പുള്ളൂ. പിന്നെ ഇതിൻ്റെ റേറ്റ് ഇതിൽ എഴുതിയേക്കുന്നത് 249 ആണ്. എന്തായാലും ചുണ്ടിൻ്റെ ഈ ഒരു ഡാർക്ക്നെസ് ഒക്കെ മാറുന്നുണ്ട്. എൻ്റെ ചുണ്ട് പണ്ടേ മുതൽ ഈ ഒരു ഡാർക്ക് കളറാണ്. അപ്പം അത് മാറാനായിട്ട് ഇതെന്തായാലും നല്ലപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാനത് വാങ്ങിച്ചിട്ടൊരു 2 weeks ആയി. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ഞാനിത് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് വല്ലാത്തൊരു കാലാവസ്ഥയാണല്ലോ. രാത്രി മൊത്തം തണുപ്പും കാറ്റും, പകലാണെങ്കിലും ഒരു തണുത്ത കാറ്റും ഒക്കെ, പക്ഷെ ഭയങ്കര ചൂട്, അങ്ങനത്തെ ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ഇതെനിക്ക് ഡെയിലി ഇപ്പം അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മോയ്സ്ചറൈസിങ് ക്രീമും ഈ ഒരു ലിപ് ബാമും രാവിലെ ഞാനിപ്പോൾ മസ്റ്റായിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെന്താ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഞാനതിൻ്റെ റിവ്യൂ ചെയ്യുന്നത് മോശമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ടൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് ഉണ്ടായിട്ട് നമ്മൾ ഓൺലൈനായിട്ട് അവിടെ ഉള്ള സാധനങ്ങൾ തന്നെ നമ്മൾ ഓൺലൈനായിട്ട് വേറെ വാങ്ങി അതിൻ്റെ റിവ്യൂ ചെയ്യുന്നത് ശരിക്കും മോശമായിട്ടുള്ള കാര്യമാണ്. ഇത് നമ്മുടെ കടയിലുണ്ട്, പക്ഷെ എനിക്ക് കടയിൽ പോയി എടുക്കാനുള്ളൊരു മടി കാരണം, പിന്നെ കടയിൽ പോയി വെറുതെ സാധനം എടുത്താൽ പോരല്ലോ, നമുക്ക് ഉമ്മച്ചിക്ക് പൈസ കൊടുക്കണമല്ലോ. അപ്പം അതുകൊണ്ട് കുടിക്കാനും വയ്യ, കൊടുക്കാതിരിക്കാനും വയ്യ. അതുകൊണ്ടാണ് നമ്മൾ കടയിൽ പോയി സാധനം എടുക്കാത്തത് ഞാൻ. പക്ഷെ നിങ്ങൾ പോയി ഉറപ്പായിട്ടും കടയിൽ പോയി സാധനം മേടിക്കുക. അപ്പം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് മീഷോന്നാണ്. മീഷോയിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നും നല്ല ലാഭമുള്ള സാധനമാണ്, നല്ലപോലെ വിലക്കുറവാണ് എന്നൊക്കെ വിചാരിക്കും. അപ്പം ഞാനും അങ്ങനെ ഒരു ഇതിൽ വാങ്ങിയതാണ്. ഞാൻ കളർ ഏതൊക്കെ ഷെയ്ഡായിരിക്കും വരിക എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇതിങ്ങനെ ഒരു 6 ഷെയ്ഡ് ദുപ്പട്ട സെറ്റാണ്. ഇങ്ങനെ 6 ഷെയ്ഡ്. ഇതിൽ ആക്ച്വലി എനിക്ക് 2 ഷെയ്ഡ് ഇഷ്ടപ്പെട്ടില്ല, അത് വേറെ കാര്യം. പക്ഷേ എന്നാലും ഈ 2 ഷെയ്ഡിന് വേണ്ടിയിട്ട് നമ്മളിത് ഫുള്ള് റിട്ടേൺ കൊടുത്ത് പിന്നെ നമ്മൾ വരുന്നത് വേറെ ഏതെങ്കിലും ഷെയ്ഡായിരിക്കുമോ, കൊള്ള വേറെ ഏതെങ്കിലും കളർ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇത് നമ്മൾ റിട്ടേൺ കൊടുത്ത് എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങിക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് ഈ ഒരു പീച്ച് കളറാണ്. ഇത് നോക്കുന്നത് നല്ലൊരു കളറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കളറാണിത്. എന്താ പറയുക, ഈ കളറ് ഇതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. എൻ്റെ അൻസീത്ത തന്ന ഒരു ഷെയ്ഡ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. പക്ഷെ അത് കുറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-4 വർഷമെങ്കിലും ആയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ കളർ കുറേ ഫെയ്ഡായി പോയായിരുന്നു. പിന്നെ ഇത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതെനിക്ക് വന്നപ്പോൾ ഞാനിത് ഇതിനകത്ത് കണ്ടത് ഈ ഒരു കളറല്ല എന്ന് എനിക്ക് തോന്നുന്നു, വേറൊരു പിങ്ക് ഷെയ്ഡായിരുന്നു. പക്ഷെ വന്നപ്പോൾ ഈ കളർ, അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കളറ്. ഫേസ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ബ്രൈറ്റാണ്. ഞാനിതൊരു ബ്ലാക്ക് ഡ്രസ്സിൻ്റെ കൂടെ ഫുൾ മിഡിയുടെ കൂടെ ഫുൾ ഡ്രസ്സിൻ്റെ ഫ്രോക്കിൻ്റെ കൂടെ ഞാനിതിട്ടാണ്. ബ്ലാക്കിൻ്റെ കൂടെയൊക്കെ എത്തിയിട്ടുമ്പോൾ അടിപൊളിയാണ്. നമുക്കിങ്ങനെ എടുത്ത് നിൽക്കും നമ്മുടെ ഫേസൊക്കെ. പിന്നെ എന്താ പറയുക, ഭയങ്കര രസമാണ്. പിന്നെ രണ്ടാമത്തെ കളർ എന്ന് പറഞ്ഞാൽ ഇതൊരു റാണി പിങ്ക് ഷെയ്ഡാണ്. മീൻസ് എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡാണോ അതേന്ന് തോന്നുന്നു. ഇതൊരു റാണി പിങ്ക് ഷെയ്ഡാണ്. ഈ കളർ എനിക്കൊരു ടോപ്പുണ്ട്,
അതിൻ്റെ കൂടെ ഞാനിതിടാന്ന് വിചാരിക്കുന്നു. അതിന് ചേരുന്ന ഒരു ഷോൾ എനിക്ക് കിട്ടിയിട്ടില്ല ആക്ച്വലി. അത് ഞാനൊരു 2022 എൻ്റെ ബർത്ത്ഡേക്ക് എന്തോ വാങ്ങിയതാണ് ആ ഡ്രസ്സ്. അതിനപ്പോൾ ഞാനപ്പോൾ ഇത് നല്ലൊരു കളറാണിത്, നല്ല ബ്രൈറ്റ്, നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുഖം ഇങ്ങനെ എടുത്ത് നിൽക്കുന്ന ഒരു കളറാണിത്. അപ്പം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഷെയ്ഡ്. ഇതും എനിക്ക് ഇഷ്ടമായി. ഇത് ലിപ്സ്റ്റിക്കിൻ്റെ അതേ ഷെയ്ഡ്, നമ്മുടെ റാണി പിങ്ക് ഷെയ്ഡ് വന്നിട്ട്. വന്നിട്ടുള്ള ഈ ഒരു ഷെയ്ഡ് ഇതെന്താണിത്? ഇത് സഫയർ ഗ്രീൻ ആണോ? ഇത് സഫയർ ബ്ലൂ ആണോ? ഇതെന്തോ ഇത് ഈ ആക്ച്വലി ക്യാമറയിൽ കാണുന്ന ഒരു കളറല്ല, വേറൊരു കളറാണിത്. ഇത് ഏത് കളറാണെന്ന് എനിക്ക് പറഞ്ഞറിഞ്ഞുകൂടാ. ഇത് നല്ലതായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്. ഇപ്പം എനിക്ക് കൂട്ടത്തിൽ ഇഷ്ടപ്പെടാത്ത ഒരു കളർ ഇതാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ കളറ് ഇതിനോട് ഇങ്ങോട്ട് അഡ്ജസ്റ്റഡ് ആവാൻ പറ്റുന്നില്ല, എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു കളറ്, ഇത് ഞാൻ ഇട്ട് കാണിക്കാം. ഇത് നല്ല കളറൊക്കെയാണ്, നല്ല കളറാണ്. പക്ഷേ എനിക്കെന്തോ ഇതിനോടൊരു പൊരുത്തപ്പെടാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് ഈ കൂട്ടത്തിൽ ഇഷ്ടപ്പെടാത്തൊരു കളറ് ഇതാണെന്ന് ഞാൻ പറഞ്ഞത്. അടുത്തത് വന്നിട്ട് ദിസ് കളർ. എൻ്റെ സ്ക്രീനിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ഈ കളറായിരിക്കും, എൻ്റെ മുഖത്തിനേക്കാളും അല്ലേ. സ്ക്രീനിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നത് ഈ കളറായിരിക്കും. ഇതെന്ന് പറയുന്നത് നമ്മുടെ മല്ലി കളറാണ്. ഇത് അടിപൊളി കളറാണ്, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കളറാണ്. ഈ കളർ ഒരു ഷർട്ട് ഇക്കാക്കുണ്ട്. അപ്പോൾ എടുത്തതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് അറിയായിരിക്കില്ല, അതുമായിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് എടുത്തത്. അപ്പോൾ ദാ ഈ കളറ് എന്താ, ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കളറാണിത്. നല്ല രസമുണ്ട്. പിന്നെ ഇതിൻ്റെ ക്ലോത്ത് എല്ലാം ഓരോ ഷോളിൻ്റെയും ക്ലോത്ത് വ്യത്യാസമാണ്, ഓരോരോ മെറ്റീരിയൽ എനിക്ക് അറിഞ്ഞത്. ഷിഫോണിൽ തന്നെ വേറെ ഒരു മെറ്റീരിയൽ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൗൺ. ഈ കളർ കണ്ടപ്പോഴേ എന്നോട് ഇക്ക ചോദിച്ചു, നിനക്ക് ഈ കളർ തന്നെ ഒരു ദുപ്പട്ട ഇല്ലേ, ഒരു ഷോൾ ഇല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഈ കളറല്ല, ഇതിൻ്റെ തൊട്ട് കുറച്ച് വ്യത്യാസമുണ്ട്. ഇതൊരു ലൈറ്റ് ബ്രൗൺ ആണ്, അതൊരു ഇച്ചിരി ഡാർക്ക് ബ്രൗൺ ആണ്. ബ്രൗണിൽ ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ കാണുന്ന ഓരോ ബ്രൗണും ഈ ഒരു ഇങ്ങനത്തെ ഷോളുകൾ ഓരോ ബ്രൗണും വ്യത്യാസമാണ്. ഒരേപോലത്തെ ഒരു ബ്രൗൺ ഉണ്ടാക്കാൻ ഞാൻ കണ്ടിട്ടില്ല. ഇത് എന്തെങ്കിലും ഒരു ഷെയ്ഡിലൊരു വ്യത്യാസം കാണും. അതുപോലെ ബ്രൗൺ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഫേവറേറ്റ് ആണല്ലോ, അതുകൊണ്ട് ബ്രൗൺ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതെന്താ പറയുക, ഇത് ഒരുപാട് എല്ലാവർക്കും, എല്ലാ സ്കിൻ ടോൺ ഉള്ളവർക്കും ഈ ഒരു ഷെയ്ഡ് ചേരും. കണ്ട അത്ര കളറൊന്നുമില്ല, ഇതിൽ വെക്കുമ്പോൾ ഭയങ്കര കളറ്. അതെന്നാ പറഞ്ഞേ, ഇതാണ് നല്ലൊരു ഷെയ്ഡാണിത്. പിന്നെ വന്നിട്ടുള്ളത് എനിക്ക് ഇഷ്ടപ്പെടാത്ത പിന്നൊരു കളർ, ദിസ് റെഡ് കളർ. അതെന്താ എനിക്ക് ഇഷ്ടപ്പെടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് റെഡ് കളർ ഒരുപാട് ഷോളുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ഈ കളർ ഇഷ്ടപ്പെടാത്തത്. ആക്ച്വലി ഇതിന് പകരം വേറെ ഏതൊരു കളറായിരുന്നു അതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കരുതി ആ കളറായിരിക്കും വരുന്നതെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഈ റെഡ് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതുകൊണ്ട് എനിക്ക് കളർ ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല, പക്ഷെ എനിക്ക് ഇതിൻ്റെ കൂടെ വന്നത് ഇഷ്ടപ്പെട്ടില്ല. അതാണ് ആക്ച്വലി സംഭവം. എനിക്ക് റെഡ് കളർ ഒരുപാട് ഷോളുണ്ട്, അപ്പം അതുകൊണ്ട് എനിക്ക് റെഡ് വേണ്ട എന്നാണ് തോന്നുന്നത്. ഞാനിനി വീട്ടിൽ ചെന്നിട്ട് ലേല വിളിക്കും, ആർക്കെങ്കിലും വേണോ റെഡ് കളർ ഷോള് വേണോ എന്ന്. അപ്പോൾ അതാണ് ഇത് സംഭവിക്കാൻ പോകുന്നത്. അപ്പം ഇത്രയാണ് മീഷോന്ന് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങൾ. ഇതിനെല്ലാം കൂടി ഒരു 500 സംതിങ് ആയിട്ടുള്ള ഇതൊരു 6 ഷോളിൻ്റെ ഒരു സെറ്റായിരുന്നു. ഇത് 6 കൂടെ കൂടി 500 സംതിങ് ആയിരുന്നു ആയത്. അപ്പോൾ ഇത്രയും
സാധനങ്ങളാണ് അപ്പോൾ ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ചത്. പിന്നെ കഴിഞ്ഞ ദിവസം എന്നോട് എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചായിരുന്നു, ലിപ്സ്റ്റിക്ക് വാങ്ങിക്കുമ്പോൾ മാർസിൻ്റെ ലിപ്സ്റ്റിക്കിൽ ഏറ്റവും നല്ല ഷെയ്ഡ് ഏതാണ്, അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഷെയ്ഡ് ഏതാണെന്ന് എന്നോട് എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചായിരുന്നു. അപ്പോൾ മാർസിൻ്റെ ലിപ്സ്റ്റിക്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഷെയ്ഡ് ഹോട്ട് ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇതാണ് ഹോട്ട് ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് 18 ഹോട്ട് ടോപ്പിക്. ഇത് ആക്ച്വലി ഈ ഇട്ടേക്കുന്ന ഈ ഒരു ഷെയ്ഡാണ്. ഇത് എപ്പോഴും നമുക്ക് ഡെയിലി യൂസിനോ അങ്ങനെയൊന്നും പറ്റിയൊരു ഷെയ്ഡല്ല. നമ്മളെന്തെങ്കിലും പാർട്ടി, എന്തെങ്കിലും കല്യാണം, അങ്ങനെ എന്തെങ്കിലും ഫങ്ഷനൊക്കെ പോവുകയാണെങ്കിൽ ഓക്കെ ഇത് ഓക്കെയാണ്. ഇത് നല്ലൊരു ഷെയ്ഡാണ് അതിന് വേണ്ടിയിട്ട്. എന്നാൽ ഒരുപാട് ഡാർക്കർ സ്കിൻ ടോൺ ഉള്ളവർക്ക് ഇതത്ര സ്യൂട്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആദ്യം ഇത് ഞാൻ യൂസ് ചെയ്തപ്പോഴും എനിക്കിത് ഒട്ടും ചേരുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര ഒരു ബ്രൈറ്റൻ കളറായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ഞാൻ പറയട്ടെ, ഇത് നമുക്ക് കല്യാണത്തിനൊക്കെ പോയി ഒന്ന് ഒരു ഗസ്റ്റ് റൂമിലൊക്കെ നമുക്ക് ഇങ്ങനെ പോകാനും അന്നേരം യൂസ് ചെയ്യാനൊക്കെ നല്ല ഒരു ഷെയ്ഡാണ്. പിന്നെ ഒരുപാട് നേരം ലോങ് ലാസ്റ്റിങ്. പിന്നെ മെയിനായിട്ട് പറയാൻ മറന്നുപോയ കാര്യം, ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു ഡ്രസ്സ്. ഈ ഡ്രസ്സ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു 400 സംതിങ് റുപ്പീസായി ഒരു ഡ്രസ്സിന്. ഞാൻ വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടും ഗെറ്റ് റെഡി വിത്ത് മീ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ്. എനിക്ക് എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടു. ഭയങ്കര എനിക്ക് കംഫർട്ടബിൾ ആണ്. പിന്നെ ഇതിൻ്റെ ഒരു കളർ എന്ന് പറയുന്നത് അതും നിങ്ങൾ കാണുന്ന ഒരു കളറല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഈ ലിപ്സ്റ്റിക്കിൻ്റെ ഈ ഒരു ഷെയ്ഡാണ് കറക്റ്റ്. ഇത് കറക്റ്റ് റെഡ് അല്ല, എന്നാൽ റോസ് അല്ലാത്ത ഒരു നല്ലൊരു കളറാണിത്. ഇതിൻ്റെ ഒരുപാട് വെറൈറ്റി കളേഴ്സ് നമ്മുടെ ഇതിനകത്തുണ്ട്. അപ്പം ഞാൻ ഈ ഡ്രസ്സിൻ്റെ ലിങ്ക് ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. പുതിയ വീഡിയോസ് ഷോർട്സൊക്കെ ആയിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.